ഗുഡ് ഈവനിങ്. നമുക്ക് തുടങ്ങാമോ? തുടങ്ങാനായോ എന്ന് പറയണേ. ഒരു 8:05 സ്റ്റാർട്ട് ചെയ്യാം സർ. ഓക്കെ. ഗുഡ് ഈവനിങ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. നമ്മള് നേരിട്ട് ഞാൻ ഫയൽ ഷെയർ ചെയ്യാന്ന്. We have already come up with a file in SPSS.
So we're having some basic analysis, descriptive statistics. So here ഞാനൊരു ഫയലിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. This is to check normality. SPSS-ല് നോർമാലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു റൈറ്റപ്പ് ആണ്. I just copied from Google. നോർമാലിറ്റി ചെക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, നോർമാലിറ്റി ഈസ് ദ മെയിൻ തിങ് ഇൻ എനി data analysis process. If you have anything to do statistics with the data set, we have to decide whether the data is normally distributed or not. Normally distributed ആണെങ്കിൽ മാത്രമേ നമുക്ക് പാരാമെട്രിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതിന്റെ ഒരു സിഗ്നിഫിക്കന്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. Otherwise we have to go for non-parametric test. So parametric test എന്ന് പറയുമ്പോൾ ഒരുവിധം സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളെല്ലാം പാരാമെട്രിക് ടെസ്റ്റുകളാണ്. സോ ടു ഹാവ് പാരാമെട്രിക് ടെസ്റ്റ്, നോർമാലിറ്റി ഈസ് എ കൺസേൺ, നോർമാലിറ്റി ഈസ് എ റിക്വയർമെന്റ്. എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ടു ചെക്ക് നോർമാലിറ്റി ഇൻ SPSS നമുക്ക് അനലൈസ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, എക്സ്പ്ലോർ. ആദ്യം അനലൈസിൽ പോകുന്നു, then descriptive statistics പോയിട്ട് എക്സ്പ്ലോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജില് മൂവ് യുവർ വേരിയബിൾ ടു ദ ഡിപ്പെൻഡന്റ് ലിസ്റ്റ്. ഡിപ്പെൻഡന്റ് ലിസ്റ്റിലേക്ക് വേരിയബിൾ ഇടുന്നു. മൂവ് യുവർ വേരിയബിൾ, നമ്മുടെ റൈറ്റ് ഒരു ബോക്സ് ഉണ്ടാവും, ആ ബോക്സിലേക്ക് വേരിയബിളിനെ മാറ്റുന്നു. Click on plots and select normality plot with test. അടുത്ത എന്താണ്? പ്ലോട്ടിൽ ക്ലിക്ക് ചെയ്ത് നോർമാലിറ്റി ടെസ്റ്റുകൾ ക്ലിക്ക് ചെയ്യാം. ഇതാണ് സ്റ്റേജസ് പറയുന്നത്. അതിനുശേഷം ഔട്ട്പുട്ട് എക്സാമിൻ ദ ഷാപ്പിറോവിൽ ടെസ്റ്റ് റിസൾട്ട്. അതുപോലെ തന്നെ KS ടെസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കോൾമോഗോറോവ് സ്മിർനോവ് ടെസ്റ്റ്. ലാർജ് ഡാറ്റാ സെറ്റിനാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൂടെ തന്നെ ഹിസ്റ്റോഗ്രാമും QQ പ്ലോട്ടും എല്ലാം നമ്മൾ നോക്കുന്നു. നോൺ സിഗ്നിഫിക്കന്റ് P value in Shapiro-Wilk test indicates that the data is likely to be distributed. നമ്മളെപ്പോഴും സിഗ്നിഫിക്കന്റ് ഡാറ്റ ആണ് നോക്കുന്നത് അല്ലെ? എപ്പോഴും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുമ്പോൾ സിഗ്നിഫിക്കന്റ് ഡാറ്റ. ഇവിടെ പറയുന്നത് എന്താണ്? നോൺ സിഗ്നിഫിക്കന്റ്. എന്തുകൊണ്ടാണ്? എല്ലാ കേസിലും സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുക. ഇവിടെ എന്താണ്? നോൺ സിഗ്നിഫിക്കന്റ്. അതായത് നമ്മുടെ ഡാറ്റാ സെറ്റ് നോർമൽ ഡാറ്റയുമായി സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടാവരുത്. അപ്പോഴാണ് നോർമാലിറ്റി ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മുടെ ഡാറ്റാ സെറ്റ് നോർമൽ ഡാറ്റാ സെറ്റിൽ നിന്ന് ഡിഫറൻസ് ഉണ്ടാവരുത്, നോൺ സിഗ്നിഫിക്കന്റ് ആവണം. സിഗ്നിഫിക്കന്റ് ആയ രണ്ടും തമ്മിൽ സിഗ്നിഫിക്കന്റ് ആണെന്ന് പറഞ്ഞാൽ അവിടെ നോർമാലിറ്റി ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. ക്ലിയർ ആയല്ലോ? എന്ത് നമ്മൾ ചെയ്യണം? അനലൈസ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, എക്സ്പ്ലോർ. വേരിയബിൾ അങ്ങോട്ട് മാറ്റുന്നു, പ്ലോട്ട് എടുക്കുന്നു, പ്ലോട്ടിൽ നിന്ന് സെലക്ട് നോർമാലിറ്റി പ്ലോട്ട്സ് വിത്ത് ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം എടുക്കുന്നു, ആൻസർ വരുന്നു. ആൻസർ വരുമ്പോ നമ്മള് ഷാപ്പിറോ ടെസ്റ്റ് അതുപോലെ തന്നെ KS ടെസ്റ്റ് ഇതൊക്കെയാണ് നോക്കുന്നത്. നോൺ സിഗ്നിഫിക്കന്റ് വാല്യൂ, ഷാപ്പിറോ-വിൽക്ക് ടെസ്റ്റിൽ നോൺ സിഗ്നിഫിക്കന്റ് വാല്യൂ ആണെങ്കിൽ നമ്മുടെ ഡാറ്റ സെറ്റ് സിഗ്നിഫിക്കന്റ്ലി ഡിഫർ ചെയ്യുന്നില്ല, അതായത് നോർമാലിറ്റി ഉണ്ട്. നമ്മുടെ ഡാറ്റ സെറ്റ് ഇവിടെ ഉണ്ട്. നമ്മൾ അക്കാഡമിക് ആങ്സൈറ്റിയും എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു? സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലെ? അക്കാഡമിക് ആങ്സൈറ്റിയും സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റും രണ്ട് ഡാറ്റ സെറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, നോക്കാം. അപ്പൊ ഞാന് അനലൈസിൽ പോയി നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത അതേ ഡാറ്റ സെറ്റ് ഓപ്പൺ ചെയ്താണ്. ഡാറ്റ സെറ്റ് നമ്മളെ കയ്യിലുണ്ട്. വേരിയബിൾ വ്യൂവിൽ പോയി നോക്കുക, കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നമുക്കിവിടെ അക്കാഡമിക് ആങ്സൈറ്റി ഒരു വേരിയബിൾ ഉണ്ട്, സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഒരു വേരിയബിൾ ഉണ്ട്, സെക്സ് കാറ്റഗറിയിൽ 1, 2 എന്നവരുടെ പേര് കൊടുത്തിട്ടുണ്ട്, 3, 4 എന്ന ടൈപ്പ് ഓഫ് സ്കൂളിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡാറ്റ സെറ്റ്. ഡാറ്റയിലേക്ക് വീണ്ടും നമ്മൾ പോയി അനലൈസ്
അനലൈസ് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. അനലൈസിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. റൈറ്റിലേക്ക് പോയാൽ എക്സ്പ്ലോർ. ക്ലിയർ ആണല്ലോ? എക്സ്പ്ലോർ എടുക്കാൻ പറഞ്ഞു. ഇനി ഏതാണോ വേരിയബിൾ, എനിക്ക് അക്കാഡമിക് ആങ്സൈറ്റി ആണ് നോക്കുന്നത്, അതിനെ റൈറ്റ് ബട്ടണിലേക്ക് ഡിപ്പെൻഡന്റ് ലിസ്റ്റിലേക്ക് ഇട്ടു. ഇനി എന്താ ചെയ്ത് അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്? പ്ലോട്ടിൽ പോവുക. പ്ലോട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ജസ്റ്റ് നോക്കുക. പ്ലോട്ടിൽ പോകുക, സെലക്ട് നോർമാലിറ്റി പ്ലോട്ട് വിത്ത് ടെസ്റ്റ്. കണ്ടോ? ഇവിടെ കണ്ടോ? നോർമാലിറ്റി പ്ലോട്ട് വിത്ത് ടെസ്റ്റ്. ക്ലിയർ അല്ലേ? നോർമാലിറ്റി പ്ലോട്ട് വിത്ത് ടെസ്റ്റ്. കണ്ടിന്യൂ. ഓക്കെ കൊടുക്കാം. വേറെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യാനില്ല. ഔട്ട്ലയേഴ്സ് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണാം. ഇതിൽ ഇത്രയും ചെയ്താൽ തന്നെ ഓക്കെ. സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നു. നമ്മൾ പറഞ്ഞു നോക്കുക. വീണ്ടും ഞാൻ എഴുതിയ ആ ഫയലിലേക്ക് പോകുന്നു. നോൺ സിഗ്നിഫിക്കന്റ് പി വാല്യൂ, അതായത് ഗ്രേറ്റർ ദാൻ 0.05 ആണ്. അക്കാഡമിക് ആങ്സൈറ്റി, അതിന്റെ ബേസിക് സംഭവങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. മീന്, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മിനിമം, മാക്സിമം അതൊക്കെ അതിന്റെ കൂടെ കണ്ടിരിക്കുന്നു. ടെസ്റ്റ് ഓഫ് നോർമാലിറ്റി നോക്കൂ. ടെസ്റ്റ് ഓഫ് നോർമാലിറ്റി എന്താണ്? സ്റ്റാറ്റിക് ടെസ്റ്റ് 0.146, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 30, സിഗ്നിഫിക്കൻസ് എത്രയാണ്? 0.05 മുകളിലാവണം എന്നാണ് പറഞ്ഞത്, നോൺ സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ അല്ലേ? നോക്കൂ, ടെസ്റ്റ് എന്താണ്? നോൺ സിഗ്നിഫിക്കന്റ് ആണ്. ഇത് വാല്യൂ നോക്കൂ, 0.050 മുകളിലാണ്. അഗെയിൻ ഐ എം ഗോയിങ് ടു ദ തിങ്. നോക്കൂ, നോൺ സിഗ്നിഫിക്കന്റ് വാല്യൂ, അതായത് ടിപ്പിക്കലി എബവ് 0.05. കറക്റ്റ് ആണ്. 0.05 എബവ് ആണ് നമുക്ക് സിഗ്നിഫിക്കൻസ് വാല്യൂ അല്ലേ? രണ്ട് ടെസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഷാപ്പിറോ ടെസ്റ്റ് നോക്കൂ, അതിന്റെ വാല്യൂം എബവ് 0.05 ആണ്. വലിയ ഡാറ്റ സെറ്റ് ആണെങ്കിൽ ഈ ടെസ്റ്റ് രണ്ടും നോക്കാം, ഏതെങ്കിലും ഒന്നെടുത്താലും കുഴപ്പമില്ല. രണ്ടിനകത്ത് ഡിഫറൻസ് ഇല്ല, അതായത് നോർമാലിറ്റിയുമായി ഡിഫറൻസ് ഇല്ല. അതായത് നോർമാലിറ്റി ഉറപ്പാക്കി, നമ്മുടെ ഡാറ്റ സെറ്റ് നോർമാലിറ്റി ഉണ്ട്. അത്രയാണ് അതിന്റെ കൺക്ലൂഷൻ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന്റെ കുറെ ഗ്രാഫുകളൊക്കെ വരും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് വല്ല പ്രസന്റേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ഗ്രാഫുകളൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, QQ പ്ലോട്ട് വന്നിരിക്കുന്നു. ഒബ്സർവ്ഡ് വാല്യൂ, ഇതിനെ കുറിച്ച് QQ പ്ലോട്ട് ഒക്കെ വന്നിരിക്കും. അപ്പോ അക്കാഡമിക് ആങ്സൈറ്റി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതിന്റെ വാല്യൂ നമ്മൾ നോക്കിയ സ്റ്റെപ്പ് അനുസരിച്ച് പോയപ്പോ നമുക്ക് കിട്ടിയ ഷാപ്പിറോ-വിൽക്ക് ടെസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വാല്യൂ സിഗ്നിഫിക്കന്റ് ആണ്. അതിന്റെ സിഗ്നിഫിക്കൻസ് കോളം 0.05 മുകളിലാണ്. അതായത് ഇതാണ് ഷാപ്പിറോ-വിൽക്ക് ടെസ്റ്റ്. കണ്ടല്ലോ, ഷാപ്പിറോ-വിൽക്ക് ടെസ്റ്റ്, കേസ് ടെസ്റ്റ് രണ്ടും ഉണ്ട്. ഇത് തന്നെ 0.05 മുകളിലാണ്. അപ്പോ നമുക്ക് നോർമാലിറ്റി കൺഫേം ചെയ്തു. there is no normal curve and data. അപ്പൊ നമുക്ക് നോർമാലിറ്റി ഉണ്ട്. ഇനി നമ്മൾ അടുത്ത നോക്കുക, അടുത്ത വേരിയബിൾ നോക്കാം. ഡാറ്റയിൽ പോയി അനലൈസ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, QQ പ്ലോട്ട്, സോറി എക്സ്പ്ലോറിൽ പോയി. അക്കാഡമിക് ആങ്സൈറ്റി അല്ല നമുക്ക് വേണ്ടത്, സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് രണ്ടാമത്തെ വേരിയബിൾ. പ്ലോട്ടിൽ പോയി നോർമാലിറ്റി പ്ലോട്ട് വിത്ത് ടെസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു, ഓക്കെ കൊടുത്തു. അടുത്ത വേരിയബിളിന്റെ ടെസ്റ്റ് വന്നു, സോഷ്യൽ ആങ്സൈറ്റി. സോഷ്യൽ ആങ്സൈറ്റി നോക്കൂ. സോഷ്യൽ ആങ്സൈറ്റി 0.050 താഴെയാണ്. സോഷ്യൽ ആങ്സൈറ്റിയില് നോർമാലിറ്റി ടെസ്റ്റ് ഫെയിൽഡ് ആണ്. കണ്ടോ? ക്ലിയർ ആണല്ലോ? ഇവിടെ 0.050, ഷാപ്പിറോ-വിൽക്ക് ടെസ്റ്റില് 0.050 താഴെ ആയതുകൊണ്ട് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റില്
ഈ ഡാറ്റാബേസ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് വ്യത്യസ്തമാണ്, അതായത് നോർമാലിറ്റി ഇല്ല. മനസ്സിലായി? അപ്പൊ ഒന്ന് നോർമാലിറ്റി ഉള്ളത് ഇല്ലാത്തത് നിങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? നോർമലി നിങ്ങൾ പ്രോപ്പറായി ഡാറ്റ കളക്ട് ചെയ്ത് ഒരു ലാർജ് സാമ്പിളിന്റെ ഡാറ്റയാണ് കൊടുത്ത് ഡാറ്റ കളക്ട് ചെയ്ത 99% നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കർവ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ ഇങ്ങനെ വരാനുള്ള കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ പ്രോപ്പർ ആണോ എന്ന് നമുക്കറിയില്ല. നമ്മളിങ്ങനെ വെറുതെ ടൈപ്പ് ചെയ്ത ഡാറ്റയാ, പ്രോപ്പർ ഡാറ്റ കളക്ഷനിലൂടെ എടുത്തതല്ല. സാമ്പിൾ റിലേറ്റീവ്ലി കുറവാണ്. ലാർജ് ആണ്, 30 പേരുണ്ടെങ്കിലും റിലേറ്റീവ്ലി കുറവാണ്. അതാണ് നമ്മൾ ഈ ഡാറ്റ നോർമൽ ആവാതിരിക്കാനുള്ള കാരണം. എന്തായാലും നമുക്ക് ഒരു ഡാറ്റ സെറ്റ് നോർമാലിറ്റി കിട്ടി, രണ്ടാമത്തെ ഡാറ്റ സെറ്റ് നോർമൽ അല്ല. ക്ലിയർ ആണല്ലോ? ഇപ്പൊ നോർമാലിറ്റി നമ്മൾ മനസ്സിലാക്കി. നോർമാലിറ്റി കഴിച്ചാൽ ഇനി നമ്മൾ പോവാൻ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടു. അതിനെ ഒന്നുകൂടെ നമ്മൾ നോക്കാം. എന്താ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടത്? അതായത് ആദ്യം നമ്മൾ എത്രയാണ് ഇവരുടെ അക്കാഡമിക് ആങ്സൈറ്റിയും സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എത്രയാണ് എന്ന് അറിയാൻ വേണ്ടി അതിന്റെ ബേസിക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണും. എക്സ്റ്റെൻഡ് സാധാരണ എങ്ങനെയായിരിക്കും നമ്മൾ ടു ഫൈൻഡ് ഔട്ട് the extent of academic anxiety among primary ആണോ എന്താ നമ്മൾ കൊടുത്തിരുന്നത്? ഹയർ സെക്കൻഡറി എന്ന് തോന്നുന്നു അല്ലെ? among higher secondary school students of Kerala. അതേപോലെ തന്നെ ടു ഫൈൻഡ് ഔട്ട് ദ അക്കാഡമിക് ആങ്സിയെ പോലെ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്. ഈ രണ്ടും കണ്ടെത്തുക, അതിന്റെ ബേസിക് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സാധാരണയായി ചെയ്യുന്ന കാൽക്കുലേഷന് അരിത്തമെറ്റിക് മീൻ കാണും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണും, സ്ക്യൂ വേണമെങ്കിൽ വേരിയൻസ് കാണും. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നത്. അതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഹിസ്റ്റോഗ്രാം വിത്ത് നോർമൽ കർവ് കൂടെ വെച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോഗ്രാം കാണാം. ഇതാണ് സാധാരണ ബേസിക് ആയിട്ട് നമ്മൾ ഒരു സംഭവത്തിന്റെ എക്സ്റ്റെൻഡ് കാണുക അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ ലെവല് കാണുക, ബേസിക് ആയിട്ടുള്ള വേരിയബിളിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കാണുമ്പോൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കാണുന്നത്. ഓക്കെ, ഓക്കെ, ഇതാണ് കാണുന്നത്. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഇനി ഞാൻ ഡാറ്റയിലേക്ക് പോയി. ദിസ് ഇസ് മൈ ഡാറ്റ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ല. അനലൈസിൽ പോയി, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പോയി, ഡിസ്ക്രിപ്റ്റീവ്സ് കൊണ്ട് ഫ്രീക്വൻസി രണ്ടും ചെയ്യാം. നമ്മൾ ഫ്രീക്വൻസിയാണ് ആദ്യം ചെയ്യുന്നത്. നോർമൽ കർവിന് വേണ്ടി നോർമാലിറ്റിക്ക് വേണ്ടി എക്സ്പ്ലോർ ചെയ്തു, അറിയാലോ. ഫ്രീക്വൻസി എടുത്തു. എനിക്കിത് രണ്ടും വേണം, അക്കാഡമിക് ആങ്സൈറ്റിയും സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് രണ്ടും കൂടെ സെലക്ട് റൈറ്റിലേക്ക് ഇട്ടു. സ്റ്റാറ്റിസ്റ്റിക്സിൽ പോയി, മീൻ വേണം, ഇപ്പുറത്ത് ഡീവിയേഷൻ ഡിസ്പേർഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണം, വേരിയൻസ് വേണം. ഇവിടെ ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്, പ്ലോട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്ക്യൂനെസ് വേണം, കട്ടോസ് വേണം. വേണ്ടത് ഞാൻ സെലക്ട് ചെയ്തു. മീഡിയനും മോഡും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. കണ്ടിന്യൂ ചെയ്തു. ചാർട്ടിൽ പോയി, എന്താണ് ചാർട്ടിൽ വേണ്ടത്? ഹിസ്റ്റോഗ്രാം വിത്ത് നോർമൽ ഹിസ്റ്റോഗ്രാം. അത് ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ വരിക, ഇത് ക്ലിക്ക് ചെയ്യണം. ക്ലിയർ ആണല്ലോ? കണ്ടിന്യൂ. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടി? രണ്ട് വേരിയബിളിന്റെയും ഫ്രീക്വൻസി, രണ്ട് വേരിയബിളിന്റെയും എന്ത് കിട്ടി? മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, സ്ക്യൂനെസ്, കെർട്ടോസിസ്, എല്ലാ സാധനങ്ങളും വന്നു. രണ്ട് വേരിയബിളിന്റെ വന്നു. ഇനി അവരുടെ ഇതിന്റെ താഴെ എന്ത് വന്നിട്ടുണ്ടായിരിക്കും? രണ്ട് വേരിയബിളിന്റെയും ഹിസ്റ്റോഗ്രാം വിത്ത് നോർമൽ കർവ് വന്നിട്ടുണ്ടായിരിക്കും. ചെക്ക് ഇറ്റ്. നോക്കൂ, ഇതാണ് അക്കാഡമിക് ആങ്സൈറ്റിയുടെ ഹിസ്റ്റോഗ്രാം വിത്ത് നോർമൽ കർവ്. അത് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു ഞാൻ. അടുത്ത വേരിയബിളിന്റെ ഹിസ്റ്റോഗ്രാം വിത്ത് നോർമൽ കർവ് വന്നിട്ടുണ്ട്. സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റിന്റെ അത് ഞാൻ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു.
അപ്പോ എനിക്ക് ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളും കിട്ടി. ഹിസ്റ്റോഗ്രാം വിത്ത് നോർമൽ കർവ്, അതുപോലെ തന്നെ അരിത്തമെറ്റിക് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് നമ്മൾ ബേസിക് ഒരു വേരിയബിളിന്റെ എക്സ്റ്റെൻഡ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇനി ഇതിന്റെ കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസില് വേറൊരു രീതിയിൽ അനലൈസിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പോയിട്ട് നമ്മൾ ഫ്രീക്വൻസിയാണ് ഇപ്പൊ എടുത്തത്. ഇനി ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്ന ഒരു സാധനം എടുത്താലും ഇതിന്റെ ബേസിക് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? അനലൈസില് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പോയി ഫ്രീക്വൻസി എടുക്കുന്നതിന് പകരം ഡിസ്ക്രിപ്റ്റീവ്സ് എടുത്താലും ഇത് കിട്ടും. പക്ഷെ അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുള്ളൂ ഉണ്ടാവുക. ഞാൻ എന്താ പറഞ്ഞത്? അനലൈസിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നേരത്തെ നമ്മൾ ഫ്രീക്വൻസി എടുത്തത്, ഇനി ഡിസ്ക്രിപ്റ്റീവിൽ പോയി നോക്കുക. ഇത് രണ്ടിന്റെയും ഡിസ്ക്രിപ്റ്റീവ് ആണ് വേണ്ടത്. ഇതിൽ നമ്മൾ ഓപ്ഷനിൽ പോയി നോക്കിയാൽ വളരെ ലിമിറ്റഡ് ഓപ്ഷനാണ്. മീനേ ഉള്ളൂ, മീഡിയനും മോഡും ഇല്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, വേരിയൻസ് ഉണ്ട്, സ്ക്യൂനെസ് ഉണ്ട്, കർട്ടോസിസ് ഉണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ എവിടെയുള്ളൂ. മിനിമം മാക്സിമം വേണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. സ്റ്റാൻഡേർഡ് എറർ ഉണ്ട്, റേഞ്ച് ഉണ്ട്, വേണ്ടത് എടുക്കുക. കൂടുതലില്ല ഇവിടെ, വളരെ കുറച്ച് കാര്യങ്ങൾ. മീഡിയനും മോഡും ഒന്നും ഇതിലൂടെ കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് മീഡിയനും മോഡും കാണണമെങ്കിൽ എന്ത് വേണം? അനലൈസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് എടുക്കുന്നതിന് പകരം ഫ്രീക്വൻസീസ് എടുക്കണം. നമ്മളിവിടെ എടുത്ത എന്താണ്? അനലൈസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിസ്ക്രിപ്റ്റീവ്സ്. ഓക്കെ, കർട്ടോസിസ്, സ്ക്യൂനെസ്. കണ്ടിന്യൂ. ഓക്കെ, അപ്പോ എനിക്ക് ഇത് ഇങ്ങനെ ഒരു ടേബിൾ ആണ് വരുന്നത്. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഞാൻ അതിന്റെ മുകളിൽ തന്നെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ മറ്റേ ടേബിള്. അതിന്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഏത് വേരിയബിൾ, ഏത് ടേബിൾ ആണ് നന്നായി തോന്നുന്നത് അതെടുക്കാം. ഇത് നന്നായി തോന്നുന്നുണ്ടെങ്കിൽ ഇതെടുത്തോളൂ. ഇത്രയും വിവരങ്ങൾ മതിയെങ്കിൽ ഇതെടുക്കാം, യാതൊരു കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇതിങ്ങനെ കാണുമ്പോൾ നല്ലതാണ് എങ്കിൽ ഓക്കെ, ഇതെടുത്താൽ മതി, ഈ രീതിയിൽ എടുത്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് ഹിസ്റ്റോഗ്രാം മറ്റേ രീതിയിൽ ചെയ്യണം. ഇത് ഇവിടെ ചെയ്തിട്ട് ഹിസ്റ്റോഗ്രാം അവിടെ പോയിട്ട് മറ്റേ രീതിയിൽ എടുക്കുകയും ചെയ്യാം. ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാം. ഇനി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തവരുണ്ടോ? ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ ഇത്രയും കാര്യങ്ങൾ. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ്? ഇനി നമ്മൾ അടുത്തത് നമ്മൾ കോറിലേഷനിലേക്കാണ് പോകുന്നത്. ഇത്രയും കാര്യങ്ങളും ചെയ്തു നോക്കൂ. ആരൊക്കെ ഉണ്ട്? ഇൻസ്റ്റാൾ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ചെയ്ത് നോക്കുന്നുണ്ടോ എന്ന് പറയൂ.
ഓക്കെ, എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് വിവരങ്ങളൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ബേസിക് കാര്യങ്ങളാണ് ഇപ്പം ചെയ്യാൻ പഠിച്ചത്. ഇനി അടുത്ത എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അത് നമ്മൾ കൊടുത്തു, അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുന്ന രീതികൾ പറഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് ടു ascertain the relationship between academic anxiety and social adjustment of secondary school students of Kerala. രണ്ടും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ നോക്കണം. അപ്പൊ നമുക്കറിയാം രണ്ടും സ്കെയിൽ ടൈപ്പ് വേരിയബിൾ ആണ്. എന്താണ് സ്കെയിൽ ടൈപ്പ് വേരിയബിൾ എന്ന് പറയുന്നത്? സ്കെയിൽ ടൈപ്പ് വേരിയബിൾ. വാട്ട് ഇസ് സ്കെയിൽ ടൈപ്പ് വേരിയബിൾ? എന്താണത്? ഇന്റർവെൽ ഓർ റേഷ്യോ. അതിനെയാണ് നമ്മൾ സ്കെയിൽ ടൈപ്പ് വേരിയബിൾ എന്ന് പറയുന്നത്. ബോത്ത് ആർ സ്കെയിൽ ടൈപ്പ് വേരിയബിൾ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഏത് കോറിലേഷൻ ചെയ്യാം? പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ അല്ലെ? പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? രണ്ട് വേരിയബിളും നമ്മള് ഇവിടെ ഫീഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് വേരിയബിൾ ഉണ്ട്. കറക്റ്റ് അതിന്റെ ഡാറ്റ നമ്മളെ കയ്യിലുണ്ട്. അനലൈസ് പോകുന്നു. അനലൈസ്, കോറിലേറ്റ്, ബൈവേരിയേറ്റ്. എന്താണ് മാറ്റർ? നമ്മൾ എഴുതുന്ന രീതി എന്താണെന്ന് നോക്കാം. ലെറ്റ് മീ കം ടു ദ ഫയൽ അഗെയിൻ. എന്താണ് രീതി? അനലൈസ്, സ്റ്റെപ്പ്, കോറിലേറ്റ്, bivariate. Analyze, correlate, bivariate. This is the step. Analyze, correlate, bivariate. ചെയ്യാം അല്ലെ? അപ്പൊ ഞാനിവിടെ നോക്കി അനലൈസ്, കോറിലേറ്റ്, ബൈവേരിയേറ്റ് എടുത്തു. ഏതൊക്കെ വേരിയബിൾ ആണോ, രണ്ട് വേരിയബിളും ആണ് സ്കെയിൽ ടൈപ്പ് ഉള്ളത്, അതിനെ ഇങ്ങോട്ടിട്ടു. ആൾറെഡി ഇത് പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ആണ്. എപ്പോഴാണ്? ടു ടൈൽഡ് ആണ്. നോർമലി നമ്മുടെ ബൈ ഡിഫോൾട്ട് SPSSലെ ഏത് തരം ടെസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അത് ടു ടൈൽഡ് ടെസ്റ്റ് ആയിരിക്കും. നിങ്ങൾ നോക്കുകയാണ് ചില സമയത്ത് നമ്മുടെ ഹൈപ്പോത്തസിസ് ഡയറക്ഷണൽ ആണെങ്കിൽ വൺ ടൈൽഡ് ഉപയോഗിക്കാം. ഇഫ് യു ഹാവ് ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്, ഇത് താഴെ ഞാൻ എഴുതുന്നു. എപ്പോഴാണ് വൺ ടൈൽഡ് ആൻഡ് ടു ടൈൽഡ് ആണ് പറയുന്നത്? വൺ ടൈൽഡ് എപ്പോഴാണ് ഉപയോഗിക്കുക? ഇഫ് യുവർ ഹൈപ്പോ ഈസ് ഡയറക്ഷണൽ, നിങ്ങളുടെ ഹൈപ്പോത്തസിസ് ഡയറക്ഷണൽ ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ വൺ ടൈൽഡ്. ടു ടൈൽഡ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ടു ടൈൽഡ് ആയിരിക്കും. എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇഫ് യുവർ ഹൈപ്പോത്തസിസ് ഈസ് നോൺ ഡയറക്ഷണൽ. ഹൈപ്പോസിന്റെ ഡയറക്ഷണൽ, നോൺ ഡയറക്ഷണൽ അറിയാലോ. എന്താണ് ഡയറക്ഷണൽ ഹൈപ്പോസിസ്? എക്സാമ്പിൾ ഞാൻ പറയാം. ഡയറക്ഷണൽ ഹൈപ്പോസിസ്, there is a positive relationship between social adjustment and academic anxiety. അല്ലെങ്കിൽ there is a negative relationship between social adjustment and academic anxiety. ഇതാണ് ഡയറക്ഷണൽ ഹൈപ്പോത്തിസ്. അപ്പോഴാണ് വൺ ടൈൽഡ് ഉപയോഗിക്കുക. ടു ടൈൽഡ് ഉപയോഗിക്കുന്ന എപ്പോഴാണ്? ടു ടൈൽഡ് ഉപയോഗിക്കുന്നത് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തിസ് ആയിരിക്കും. എന്താ നോൺ ഡയറക്ഷണൽ? റിലേഷൻഷിപ്പ്. പോസിറ്റീവും പറയുന്നില്ല, നെഗറ്റീവും പറയുന്നില്ല. എവിടേക്കാണ് ഡയറക്ഷൻ പോകുന്നതെന്ന് നമുക്ക് ക്ലാരിറ്റി ഇല്ല. രണ്ടും ആവാം. There is a relationship between. നോർമലി നമ്മൾ നോൺ ഡയറക്ഷൻ ആണ് ഉപയോഗിക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് അതുപോലെ ഇടുന്നു. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. നമ്മൾ എന്താ ചെയ്തത്? വൺസ് അഗെയിൻ അനലൈസ്, കോറിലേറ്റ്, ബൈവേരിയേറ്റ്. വേരിയബിൾ എടുക്കുന്നു. ബോത്ത് വേരിയബിൾസ് വിൽ ബി ടേക്കൺ ടു ദ ensure that it is Pearson's
Which type of test of significance? Generally it is two-tailed. Just give okay. Answer has come. This is the answer. This is the answer. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? റിലേഷൻഷിപ്പിന്റെ ടേബിൾ ഇവിടെ കൊടുത്തിട്ടു. റിലേഷൻഷിപ്പ് ടേബിൾ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് റിലേഷൻഷിപ്പ് കാണുന്ന ഒരു ടേബിൾ ആയിരിക്കും, ഡബിൾ ആയിട്ട്. എന്താണ് റിലേഷൻഷിപ്പ്? -0.801 സ്ട്രോങ് കോറിലേഷൻ ആണ്. അക്കാഡമിക് ആങ്സൈറ്റി കൂടുന്നവരുടെ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് കുറയുന്നു. സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്, അക്കാഡമിക് ആങ്സൈറ്റി കുറയും തോറും സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് കൂടുന്നു. ദാറ്റ് ഈസ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. സ്ട്രോങ് കോറിലേഷൻ ആണ്. ഇവിടെ ഡബിൾ സ്റ്റാർ ഇട്ടിട്ടുണ്ട്, താഴെ പറഞ്ഞിരിക്കുന്നു കോറിലേഷൻ ഈസ് സിഗ്നിഫിക്കന്റ് അറ്റ് ടു ടൈൽഡ്. 0.01 ലെവലിൽ ടു ടൈൽഡിൽ സിഗ്നിഫിക്കന്റ് ആണ്. അതായത് വാല്യൂ ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാർക്ക് വന്ന് ഇവിടെ കോറിലേഷൻ സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ പറയും, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ സിഗ്നിഫിക്കൻസ് നോക്കുന്നു. സിഗ്നിഫിക്കൻസ് നോക്കാൻ അറിയാലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാലോ. 0.05 താഴെയാണെങ്കിൽ ഓർ ബിലോ ആണെങ്കിൽ ഇറ്റ് ഈസ് significant. Whatever the value, it is significant at 0.05 level. If it is 0.0, it is significant at 0.01 level. Very basic thing. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പലതവണ നമ്മൾ എഴുതിയതാണ്, എന്നാൽ ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടി എഴുതി. This is the thing. ക്ലിയർ ആണ്? ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ചോദിക്കാം. കോറിലേഷൻ ഇതൊന്നും നോക്കണ്ട, ബൈ ഡിഫോൾട്ട് അത് ഇങ്ങനെ പറയും. ഇത് വളരെ ഈസിയാ. അത് വീണ്ടും ആവർത്തിച്ച് ചെയ്ത വലിയൊരു ടേബിൾ ആയിരിക്കും. ഇത് ഇങ്ങോട്ടും അങ്ങോട്ടും ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് വേരിയബിൾ വന്നിരിക്കുന്നത്. ആങ്സൈറ്റി ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് വാല്യൂ ആണ്. ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി, സെയിം വേരിയബിൾ. ക്ലിയർ ആണല്ലോ? അനലൈസ് കോറിലേഷൻ, കോറിലേറ്റ് ബൈ വേരിയേറ്റ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, നമുക്ക് പിയേഴ്സൺ ചെയ്യാൻ രണ്ട് വേരിയബിൾസും നോർമാലിറ്റി ഇതാവണമെന്നില്ല. അതെ അതെ, നോർമാലിറ്റി ഉണ്ടാവണം. നമ്മളിപ്പോ അത് ചെയ്തു എന്ന് മാത്രം. നമ്മളിപ്പം ഈ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്തതാണ്. നോർമാലിറ്റി ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒന്ന് നോർമാലിറ്റി ഇല്ലെങ്കിലും നമ്മൾ ചെയ്തു എന്ന് മാത്രം. ഓക്കെ. എല്ലാ വേരിയബിളും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഇനി ഇൻ കേസ് നമ്മുടെ ഇപ്പത്തെ ഒരു കോണ്ടെക്സ്റ്റില് നമുക്ക് ഒരു വേരിയബിളേ ഇതുള്ളൂ, നോർമലേ ഉള്ളൂ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം നോൺ പാരാമെട്രിക് കോറിലേഷൻ. നോക്കാം. നോൺ പാരാമെട്രിക് കോറിലേഷൻ നോർമാലിറ്റി ഇല്ലെങ്കിൽ ചെയ്യുന്ന കോറിലേഷൻ ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ നോർമാലിറ്റി ഇല്ലാത്തൊരു കേസാണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് കോറിലേറ്റ് ബൈ വേരിയേറ്റ് എടുത്തു. അതിൽ രണ്ട് വേരിയബിളും തന്നെയാണ് കോറിലേറ്റ് ചെയ്തത്. പിയേഴ്സൺ മാറ്റി കെൻഡാൽസ്റ്റോയോ അതല്ലെങ്കിൽ സ്പിയർമാനോ കൊടുക്കാം. ഞാൻ കെൻഡാൽസ്റ്റോ കൊടുത്തു, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ കൊടുത്തു. കെൻഡാൽസ്റ്റോയുടെ റിസൾട്ട് ഇതാണ്. നോൺ പാരാമെട്രിക് കോറിലേഷൻ ആണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. കോറിലേഷന്റെ വാല്യൂ കിട്ടിയിരിക്കുന്നു. -0.627 ആണ് പറയുന്നത്. ഇതും സിഗ്നിഫിക്കന്റ് ആണ്. ഇതും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഏതാണോ അതിനനുസരിച്ച്, ഏത് കോറിലേഷൻ ആണോ വേണ്ടത് അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് രണ്ടും ചെയ്യാം, മാറി ചെയ്യുന്നതിൽ കുഴപ്പമില്ല. കെൻഡാൽസ്റ്റോ വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ സ്പിയർമാൻ കോറിലേഷൻ ചെയ്യാം. ഇനി ഞാൻ സ്പിയർമാൻ ചെയ്ത് നോക്കാം. അനലൈസ് കോറിലേറ്റ് ബൈ വേരിയേറ്റ്.
എനിക്ക് സ്പിയർമാൻ ചെയ്യണം. കെൻഡാൽസ്റ്റോ കളഞ്ഞു, ഓക്കെ കൊടുത്തു. നോൺ പാരാമെട്രിക് കോറിലേഷൻ ഉണ്ടോ? ഇതാണ് സ്പിയർമാൻ കോറിലേഷന്റെ റിസൾട്ട്. ഇത് വേറൊരു റിസൾട്ട് വന്നിരിക്കും. നമ്മൾ കെൻഡാൽസ്റ്റോ ചെയ്തു, ഇത് മറ്റതും കണ്ടോ? ഇത് മൂന്ന് തരത്തിലുള്ള റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് -0.804 ആണ്. നേരത്തെ നമ്മൾ -0.627 ആണ്. അതിന്റെ മുകളിൽ 801 ആണ് കിട്ടിയത്. ഓരോന്നും ഓരോ തരത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. കോറിലേഷൻ കഴിഞ്ഞു. ഇത് നമ്മൾ റിഗ്രഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ടു ഫൈൻഡ് ഔട്ട് ദ predictability of academic anxiety on social adjustment of secondary school students. Predictive efficiency, predictability എങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ചിലപ്പോ ചോദിക്കാം. predictive efficiency ആവാം, predictability ആവാം, whatever it is. അതായത് കോറിലേഷനേക്കാൾ മുകളിൽ വരുന്നതാണ് റിഗ്രഷൻ. കോറിലേഷൻ എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിലൊരു അസോസിയേഷൻ ഉണ്ട്. പക്ഷേ വെദർ യു ആർ ചെക്കിംഗ് ദർ ഈസ് എ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഗ്രഷൻ ചെയ്യുന്നു. Okay, let's see. Let's see the regression. റിഗ്രഷനിൽ ചില കണ്ടീഷൻ. അപ്പൊ റിഗ്രഷൻ എന്തിനാണ് ചെയ്യുന്നത്? റിഗ്രഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നൊന്നിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. വൺ പ്രെഡിക്ട്സ് ദ അതർ. If you know one, that is x നിങ്ങൾക്ക് അറിയുമെങ്കിൽ you can assume the value of the other. അതായത് വൈയുടെ വാല്യൂ എന്താന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. അതാണ് പ്രഡിക്ഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പൊ മഴ വരുന്നത്, മഴയുടെ തോത്, ന്യൂനമർദ്ദം എത്രയാണ്, അപ്പൊ എത്ര മഴ പെയ്യും, കാറ്റ് എത്ര കാറ്റടിക്കും, ഇതൊക്കെ നമ്മൾ ആയിരക്കണക്കിന് ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രഡിക്ഷൻ. പലപ്പോഴും വേറെ കുറെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് പ്രഡിക്ഷൻ ശരിയാവാതിരിക്കാൻ സാധ്യതയുണ്ട്. ചില സ്ഥലങ്ങൾ, കേരളത്തിൽ അങ്ങനെയാണ് വരാറ്. പക്ഷെ ഡൽഹിയിലൊക്കെ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 10:30 മണിക്ക് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 10:30 മണിക്ക് മഴ പെയ്യാറുണ്ട്. ഞാനിവിടെ 3 വർഷമായിട്ടുള്ള ഇപ്പൊ സ്ഥിരമായി താമസിക്കുന്നത്. നേരത്തെ ഞാൻ 5 വർഷം PhD ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അത്ര ബോധേഡായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഡൽഹിയിൽ ഇന്ന സമയം മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് മഴ പെയ്യാറുണ്ട്. അപ്പോൾ അവിടെയുള്ള ബാക്കിയുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഒരുപോലെ ആയതുകൊണ്ടാവാം അവരുടെ പ്രഡിക്ഷൻ വളരെ ക്ലിയർ ആയിട്ട് നടക്കാറുണ്ട്. നമ്മൾ ഇന്ന് മഴ പെയ്യും എന്നാണ് കേരളത്തിൽ പറയാറ്. പക്ഷെ ഇവിടെ ഡൽഹിയിൽ പലപ്പോഴും നമ്മൾ കാണാറ് രാത്രി 10:30-ക്ക് മഴയുണ്ടാവാൻ സാധ്യതയുണ്ട്, വൈകുന്നേരം 3 മണിക്ക് മഴയുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് സാധാരണ രീതിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതൊരു പ്രെഡിക്റ്റബിലിറ്റി കറക്റ്റ് ആവുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു സംഭവമാണ്. അഡ്വാൻസ് ആയിട്ട് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് പ്രഡിക്ഷനാണ്. നോക്കാം നമുക്ക്. നമ്മൾ അനലൈസ് റിഗ്രഷൻ, ലീനിയർ റിഗ്രഷൻ. അനലൈസ് റിഗ്രഷൻ, ലീനിയർ റിഗ്രഷൻ. എന്താ നമ്മളെ പറഞ്ഞത്? അനലൈസ് റിഗ്രഷൻ, ലീനിയർ റിഗ്രഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ പാത്ത്, വഴി എന്ന് പറയുന്നത്. അനലൈസ്. അപ്പൊ ഇങ്ങനെ വന്നു. ഡിപ്പെൻഡന്റ് വേരിയബിൾ ഏതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു? സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റിനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതാണ് ഡിപ്പെൻഡന്റ് ഇവിടെ.
അക്കാഡമിക് ആങ്സൈറ്റിയെ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുത്തു. വേറെ ഒന്നും ചെയ്യണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മെത്തേഡില് ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എൻഡർ മെത്തേഡാണ്. ഓരോ മെത്തേഡിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. വിച്ച് വൺ വി സെലക്ട്, ഞാൻ അതിന്റെ ഒരു ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ നോക്കിയാലും മതി. ഞാൻ വിച്ച് മെത്തേഡ് ഈസ് ജസ്റ്റ് നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. മെത്തേഡ് ഈസ് ടു സെലക്ട് ഇൻ റിഗ്രഷൻ ത്രൂ SPSS ലോജിക്കൽ എക്സ്പ്ലനേഷൻ. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു ഫയൽ വരാറുണ്ട്. Let me check whether it is correct. വേണ്ട, binary suitability. Okay. From among enter stepwise backward and forward. ഇതാണ് സാധാരണ നമുക്ക് അതിനകത്തുള്ള സ്റ്റെപ്പുകൾ. ഓക്കെ, സെലക്ഷൻ മെത്തേഡ് എന്താണ്, ബാക്ക്വേർഡ്, ഇത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. കണ്ടോ, എപ്പോഴാണ് ഇത് ഉപയോഗിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. ആ മെത്തേഡ് പറയുന്നിടത്ത് ഞാൻ അതുകൊണ്ടാണത് സെലക്ട് ചെയ്തത്. ഓക്കെ, സോറി. When we perform regression, choice of selection of method enter stepwise backward depends upon the research goal and characteristics. Enter adds all variables at once. എല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് എൻ്റർ വരുന്നത്. സ്റ്റെപ്പ് വൈസ് ആഡ്സ് റിമൂവ്സ് വേരിയബിൾ ഡിഫറെന്റ്ലി. ഓരോന്ന് ഓരോ സമയത്ത് ആഡ് ചെയ്യും റിമൂവ് ചെയ്യും ചെയ്യുമ്പോഴാണ് സ്റ്റെപ്പ് വൈസ്. ബാക്ക്വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് ഓൾ വേരിയബിൾസ് ആൻഡ് റിമൂവ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്. ആൻഡ് ഫോർവേഡ് സ്റ്റാർട്ട്സ് വിത്ത് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ആഡ് അതേഴ്സ്. ഇങ്ങനെ ഓരോന്നും ഓരോ രീതിയിൽ ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ നമ്മൾ SPSS സെലക്ഷൻ ഓഫ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിന് ഹെഡിങ് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. സെലക്ഷൻ ഓഫ് മെത്തേഡ് ഇൻ റിഗ്രഷൻ. ഓരോന്ന് ഓരോ രീതി. നമുക്ക് കൂടുതൽ വേരിയബിൾ ഇല്ലെങ്കിൽ, ഇവിടെ എനിക്ക് ഒരു വേരിയബിൾ ഉള്ളൂ. ഒരു വേരിയബിൾ ആണെങ്കിൽ നമ്മൾ വെറുതെ സ്റ്റെപ്പ് വൈസും ഫോർവേഡും ബാക്ക്വേർഡും ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, നോർമലി കൊടുക്കുന്ന റിഗ്രഷൻ തന്നെ കൊടുത്താൽ മതി. വി ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ് സ്പെഷ്യൽ. എൻ്റർ മെത്തേഡ് കൊടുത്താൽ മതി. ഓക്കെ, ശരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇവിടെ എനിക്ക് ഒരു വേരിയബിൾ ഉള്ളൂ അല്ലെ, ഒരു വേരിയബിൾ ഉള്ളൂ. അപ്പൊ ഞാൻ എൻ്റർ മെത്തേഡ് കൊടുക്കുന്നു. സ്റ്റെപ്പ് വൈസും കുറെ വേരിയബിൾസ് വെച്ച് ചെയ്യുന്ന ഇക്വേഷനിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, റിമൂവ്, സ്റ്റെപ്പ് വൈസ്, എൻ്റർ, ബാക്ക്വേർഡ് ഒക്കെ ചെയ്യുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. റിഗ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ വേരിയബിൾസിന്റെ ഒരു സംഭവം വരും. അത് നമുക്ക് ആവശ്യമില്ല. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന മോഡൽ സമ്മറി, അനോവ, അതുപോലെ തന്നെ കോഎഫിഷ്യന്റ്. ഈ കോഎഫിഷ്യന്റ് ആണ് നമ്മുടെ കാര്യം. കോഎഫിഷ്യന്റ് ബീറ്റ കോഎഫിഷ്യന്റ് -0.949. ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് അറ്റ് 0.01 ലെവൽ. 000 ആണ്, അതായത് 0.01ന്റെ താഴെയാണ്. അപ്പൊ നമ്മൾ 000 എന്ന് പറയുന്നതിന് പകരം 0.01 ലെവൽ. സോഷ്യൽ സയൻസിൽ 2 ലെവലേ നമ്മൾ പറയാറുള്ളൂ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ ടേബിള്, ഈ ടേബിള്, ഈ ടേബിള്, 3 ടേബിളും നമുക്ക് വേണം. റിഗ്രഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിനെ ഷോർട്ടായിട്ട് പലരും കൊടുക്കാറുണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് നമ്മൾ തിസീസ് ഒക്കെ എഴുതുമ്പോൾ 3 ടേബിളും അതുപോലെ കൊടുക്കുന്നു. അനോവ ശരിക്കും അതിന്റെ ബേസിക് ഒരു കാര്യം പറയുന്നതാണ്. ഇത് ശരിക്കും R എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. പിന്നെ R² ഉണ്ട്, അഡ്ജസ്റ്റഡ് R² ഉണ്ട്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് എഴുതാം. ഇതിന്റെ ബീറ്റ വാല്യൂ ആണ്, അൺസ്റ്റാൻഡർഡൈസ്ഡ് ബീറ്റ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അത് സിഗ്നിഫിക്കന്റ് ആണോ എന്ന് നോക്കുന്നു. ഇവിടെ എനിക്ക് ഒരു വേരിയബിൾ ഉള്ളൂ, അത് നോക്കുന്നു. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാനൊരു റിഗ്രഷൻ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്, y is equal to a plus bx എന്നാണ് എന്റെ ഇക്വേഷൻ അല്ലേ. ഞാൻ എങ്ങനെ എഴുതും, y എന്ന് പറയുന്ന വേരിയബിൾ എനിക്ക് കിട്ടണമെങ്കിൽ എന്താണ്, b എന്ന് പറയുന്നത് കോൺസ്റ്റന്റിനെയാണ് പറയുന്നത്. ഇതാണ് കോൺസ്റ്റന്റ്, സോറി a എന്ന് പറയുന്നത് കോൺസ്റ്റന്റാ. 98.681 പ്ലസ് b എന്താണ്, y വേരിയബിളിനെ x വേരിയബിളിന്റെ കോഎഫിഷ്യന്റ്. y വേരിയബിൾ കിട്ടാൻ എക്സിന്റെ കോൺട്രിബ്യൂഷൻ. ഇത് എത്രയാണ്, പ്ലസ്
minus 0.949 into x. ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന തന്നിരിക്കുന്ന വേരിയബിളിലെ എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇതാണ് കോൺസ്റ്റന്റ് വാല്യൂ. അതായത് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇവിടെ കണ്ടില്ലേ, കോൺസ്റ്റന്റ് എന്ന് എഴുതിയത്. അൺസ്റ്റാൻഡേർഡ് കോഫിഷ്യന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അക്കാഡമിക് ആങ്സൈറ്റിയുടെ വാല്യൂ ആണ് അതാണ് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എക്സ്. അതിന്റെ കോഫിഷ്യന്റ് ബി, കണ്ടോ, അതിന്റെ ബി ആണ് നമ്മൾ ഇവിടെ വന്നത്. ഇനി ഒന്നിലധികം വേരിയബിൾ ഉണ്ടെങ്കിൽ b1 x1 b2 x2 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. ഇനി ഇത് എഴുതുന്ന രീതി നിങ്ങൾ ഏതെങ്കിലും ഒരു ഫയൽ നോക്കിയാൽ അറിയാം. ഞാനും ഒരു ഫയൽ അയച്ചു തരാം. ഹൗ ടു റൈറ്റ് ദ എക്സ്പ്ലനേഷൻസ് ഓഫ് റിഗ്രഷൻസ് ഇൻ SPSS ആസ് പെർ APA 7th edition എന്ന് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. കൺഫ്യൂഷൻ ഉണ്ടോ റിഗ്രഷനില്? ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ലെറ്റ് മീ കം ടു ദ സെയിം തിങ് അഗെയിൻ. അനലൈസ് റിഗ്രഷൻ, ലീനിയർ റിഗ്രഷൻ. വേരിയബിളിനെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാറരുത്. ഏതാണോ പ്രഡിക്റ്റർ ആയി എടുക്കുന്നത് അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരുന്നു. ഏതിനെയാണോ പ്രഡിക്റ്റ് ചെയ്യുന്നത് അതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അക്കാഡമിക് അച്ചീവ്മെന്റ് അതിൽ മാറ്റം വരുന്നതെന്ന് ചോദിച്ചാൽ അക്കാഡമിക് അച്ചീവ്മെന്റ് ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. അതിൽ മാറ്റം വരുന്ന കാര്യങ്ങളാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, നേരെ എൻ്റർ മെത്തേഡ് എടുത്ത് ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നു. നമ്മൾ എടുക്കുന്ന 3 ടേബിൾസ് അറിയാം. മോഡൽ സമ്മറി, അതിനകത്ത് R ഉണ്ട്, R² ഉണ്ട്, അഡ്ജസ്റ്റഡ് R² ഉണ്ട്. അടുത്തത് മോഡൽ സമ്മറി ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന മോഡലിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. നത്തിങ് ടു ഡു അബൌട്ട് ഇറ്റ്. ഫൈനലി വരുന്നതാണ് കോഎഫിഷ്യന്റിന്റെ ടേബിൾ. ഇവിടെ ഒരു വേരിയബിൾ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റി. കോൺസ്റ്റന്റിന്റെ വാല്യൂ, അൺസ്റ്റാൻഡർഡൈസ്ഡ് കോഎഫിഷ്യന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടു. അതുകൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, താഴെ അത് നെഗറ്റീവ് പ്രഡിക്റ്റർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുന്നു നമ്മൾ കോറിലേഷനിൽ കണ്ടു. സിഗ്നിഫിക്കന്റ് ആണോ നോക്കാൻ വേണ്ടി സിഗ്നിഫിക്കന്റ് കോളം നോക്കി, അത് സിഗ്നിഫിക്കന്റ് ആണ്. ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ല. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി നമ്മൾ പാർഷ്യൽ കോറിലേഷൻ കാണണം വിചാരിക്കും. പാർഷ്യൽ കോറിലേഷൻ കാണണമെങ്കിൽ, കാരണം ഇപ്പൊ നമ്മൾ അക്കാഡമിക് ആങ്സൈറ്റിയും സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റും കണ്ടു. അതിന്റെ കൂടെ എനിക്ക് ഒരു വേരിയബിളിനെ സ്റ്റാൻഡ് ബൈ ആയിട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുമ്പോഴാണ് ഞാൻ അത് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് സെൽഫ് എസ്റ്റീം എന്നൊരു വേരിയബിൾ ഉണ്ട്. അപ്പൊ ഞാൻ സെൽഫ് എസ്റ്റീം എന്നൊരു വേരിയബിൾ ആൾറെഡി ഉണ്ട്. അപ്പൊ ഞാൻ സെൽഫ് എസ്റ്റീം SEST എന്ന് കൊടുത്തു. നേരത്തെ SE എന്നുള്ള വേരിയബിൾ ഉണ്ട്. സെൽഫ് എസ്റ്റീം ഓഫ് പാർട്ടിസിപ്പൻസ്. സെൽഫ് എസ്റ്റീം ആണ് ഇത്. സ്കെയിൽ വേരിയബിൾ ആണ്. ബാക്കിയൊക്കെ അവിടെ ക്ലിയർ ആണ്. വാല്യൂ ഉണ്ടാവുന്നത് കാറ്റഗറി വേരിയബിൾ ആവുമ്പോൾ ഡാറ്റയിൽ വന്നു. സെൽഫ് എസ്റ്റീമിന് ഞാൻ സ്കോർ കൊടുക്കുകയാണ്. ഈ ഒരു 20ൽ സ്കോർ കൊടുക്കുന്നു.
കൊടുത്തു. അപ്പൊ എനിക്ക് സെൽഫ് എസ്റ്റീമിനെ എന്താക്കണം? ഞാൻ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി പാർഷ്യൽ കോറിലേഷൻ ആണ്. പാർഷ്യൽ കോറിലേഷൻ റെയറായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ്. സാധാരണ നമ്മളിപ്പം കൺട്രോൾ ചെയ്തു. എങ്ങനെയാണ് പാർഷ്യൽ കോറിലേഷൻ ചെയ്യുന്നത്? റിലേഷൻ, അതിന്റെ ഒരു കണ്ടീഷൻ എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് when the effect of third variable is removed or partialed out. ഇതാണ് നമ്മുടെ കാര്യം അല്ലെ? പാർഷ്യൽ ഔട്ട് ചെയ്തതിനു ശേഷം നമ്മൾ കാണുമ്പോഴാണ്, പാർഷ്യൽ ഔട്ട് ചെയ്തതിനു ശേഷം നമ്മൾ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണുന്നതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അനലൈസ്, കോറിലേറ്റ്, പാർഷ്യൽ. അനലൈസ്, കോറിലേറ്റ്, പാർഷ്യൽ. അനലൈസ്, കോറിലേറ്റ്, പാർഷ്യൽ. പാർഷ്യൽ എടുത്തു. ഏതൊക്കെ വേരിയബിൾ തമ്മിലാണ് കോറിലേഷൻ? അക്കാഡമിക് ആങ്സൈറ്റിയും സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റും തമ്മിൽ റിലേഷൻഷിപ്പ് കാണണം. സെൽഫ് എസ്റ്റീമിനെ കൺട്രോൾ ചെയ്ത് ഔട്ടാക്കിയിട്ട് അതിന്റെ ഇഫക്റ്റിനെ റിമൂവ് ചെയ്ത്, അപ്പൊ ഈ കൺട്രോളിംഗിലേക്ക് സെൽഫ് എസ്റ്റീമിനെ ഇടുന്നു. ജസ്റ്റ് ഓക്കെ കൊടുക്കും. നോക്കൂ, പാർഷ്യൽ കോറിലേഷന്റെ റിസൾട്ട് വന്നു. കണ്ടോ? സെൽഫ് എസ്റ്റീമിനെ പാർഷ്യൽ ഔട്ട് ചെയ്തിട്ട് അക്കാഡമിക് ആങ്സൈറ്റിയും -0.797. നേരത്തെ നമുക്ക് കിട്ടിയത് 0.801 ആയിരുന്നു. അപ്പൊ സെൽഫ് എസ്റ്റീമിന്റെ സംഭവങ്ങൾ ഒഴിവാക്കിയപ്പോൾ കുറച്ച് അതിന്റെ തീവ്രത, റിലേഷൻഷിപ്പ് കുറഞ്ഞു. സിഗ്നിഫിക്കന്റ് ആണത്. കണ്ടോ? 0.0 കണ്ടിരിക്കുന്നു. കണ്ടോ? സിഗ്നിഫിക്കന്റ് ആണ്. 0.00 ആണല്ലോ. 0.01 താഴെയാണ്. 0.01 താഴെയാണ്. അപ്പോൾ അത് സിഗ്നിഫിക്കന്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത് നോക്കാം. അനലൈസ്, കോറിലേറ്റ്, അനലൈസ്, കോറിലേറ്റ്, പാർഷ്യൽ അല്ലെ? രണ്ട് വേരിയബിളിനെ വേരിയബിൾ കോളത്തിലേക്ക് ഇട്ടു, കൺട്രോളിംഗ് വേരിയബിളിനെ താഴോട്ടിട്ടു, ജസ്റ്റ് ഓക്കെ കൊടുത്തു. ക്ലിയർ ആണല്ലോ? നമുക്ക് ആൻസർ ക്ലിയർ ആണോ? ഓക്കെ,
ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഒരു കാര്യം, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇതില് സെക്സ് കാറ്റഗറി ഉണ്ട്. സെക്സ് കാറ്റഗറി, ഈ സെക്സ് കാറ്റഗറി അനുസരിച്ച് ഇപ്പൊ നമ്മൾ എല്ലാവരുടെയും ഡാറ്റ വെച്ചാണ് കാൽക്കുലേഷൻ ചെയ്തത്. എനിക്കിനി പെൺകുട്ടികളുടെ ഡാറ്റ മാത്രം വേണം. പെൺകുട്ടികളുടെ ഡാറ്റ മാത്രം വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ആൺകുട്ടികളുടെ ഡാറ്റ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഡാറ്റ മാത്രം എടുക്കുന്നതിൽ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിക്കണം. അതിനൊരു ടെക്നിക്കാണ് ഇനി പറയാൻ പോകുന്നത്. സെലക്ട് കേസസ്. സെലക്ട് കേസസ് എന്ന് പറഞ്ഞ സംഭവത്തില് ഇഫ് യു നീഡ് ഓൺലി വൺ കാറ്റഗറി, നിങ്ങൾക്ക് ഒരു കാറ്റഗറി മാത്രം വേണമെങ്കിൽ നിങ്ങൾ ഡാറ്റയിൽ പോവുക, സെലക്ട് കേസിൽ പോവുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, പോകാം. ഡാറ്റയിൽ പോവുക, സെലക്ട് കേസസ്, താഴെ കാണാം സെലക്ട് കേസസ്, ഡാറ്റ സെലക്ട് കേസസ്. ഇത് നോർമലി ഓൾ കേസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് എന്ന കാറ്റഗറി കൊടുത്തു. ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. എന്താണ് കണ്ടീഷൻ? സെക്സ് കാറ്റഗറിയിലെ ഈക്വൽ ടു 2. സെക്സ് കാറ്റഗറിയിൽ 1 ബോയ്സിനും 2 ഗേൾസിനാണ് കൊടുത്തത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സെക്സ് കാറ്റഗറിയെ എടുത്ത് ഇങ്ങോട്ടിട്ടു. അതിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 2. കണ്ടിന്യൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ ബോയ്സിനൊക്കെ വെട്ടിയിരിക്കുന്നു. കണ്ടോ? ഡാറ്റ വെട്ടിയിരിക്കുന്നുണ്ടോ? ഗേൾസിന്റെ 2 വരുന്ന ഡാറ്റ മാത്രം ലൈവാണ്, ബാക്കിയുള്ളതിനൊക്കെ ക്രോസ് ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യുന്ന റിലേഷൻഷിപ്പ് കാണാൻ കോറിലേഷൻ കണ്ടു, ബൈവേരിയേറ്റ്. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന റിലേഷൻഷിപ്പില് ബോയ്സിന്റെ നമ്പർ ഉണ്ടാവില്ല. നോക്കൂ, 16 പേരുടെ റിലേഷൻഷിപ്പേ കാണുന്നുള്ളൂ. 814, 16 പേരുടെ റിലേഷൻഷിപ്പ് ഉള്ളൂ. നേരത്തെ 30 പേരുണ്ടായിരുന്നു. അപ്പൊ ബോയ്സ് 14 പേരെ ഒഴിവാക്കിയിട്ടുള്ള ഡാറ്റയാണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ കാണണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഡാറ്റ സെലക്ട് കേസസ്, ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്, ഈഫ് കൊടുക്കുക, ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഈഫില് നമുക്ക് ഏതാണോ വേണ്ടത് അങ്ങനെ സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, ഓക്കെ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഡാറ്റ നമ്മൾ കാൽക്കുലേഷൻ കഴിഞ്ഞാൽ ഇത് ഓഫ് ആക്കണം. സെലക്ട് കേസ് പോയിട്ട് ആൾ കേസസ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഡാറ്റയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ഇപ്പോ ഡീസെലക്ട് ആയി, കണ്ടോ? സെലക്റ്റഡ് ഡീസെലക്റ്റഡ് ആയി. ഇതാണ് ഡാറ്റ സെലക്ട് കേസസ്. ചില കേസിൽ മൊത്തം വേരിയബിളിന്റെ ഡാറ്റ അനാലിസിസിന്റെ കൂടാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഗ്രൂപ്പിന്റെ വേരിയബിളിന്റെ റിലേഷൻഷിപ്പ് മാത്രം കാണേണ്ട കേസും വരും. അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഒന്നും കൂടെ ഒന്ന് പറയോ? ആ, നമ്മള് കേസ് പറഞ്ഞ മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മൾ ഡാറ്റ നോക്കുമ്പോഴ് ബോയ്സിന്റെയും ഗേൾസിന്റെയും കംപ്ലീറ്റ് ഡാറ്റ എന്റെ കയ്യിലുണ്ട്. ബോയ്സിന്റെയും ഗേൾസിന്റെയും കംപ്ലീറ്റ് ഡാറ്റയാണ്. ഞാൻ ഇവിടെ അനലൈസിൽ പോയി കോറിലേഷൻ ചെയ്താൽ 30 പേരുടെ കോറിലേഷൻ ആണ് എനിക്ക് കിട്ടുന്നത്, അല്ലേ? നോക്കൂ, എനിക്ക് വന്നപ്പോ 30 പേരുടെ. എനിക്കിവിടെ ബോയ്സിന്റെ മാത്രം അല്ലെങ്കിൽ ഗേൾസിന്റെ മാത്രം മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ബോയ്സിന്റെ മാത്രം മതി. അപ്പൊ എനിക്ക് ബോയ്സിനെ മാത്രം സെലക്ട് ചെയ്യണം. ഡാറ്റ സെലക്ട് കേസസ്, ഓൾ കേസ് ആണ് ഓൾറെഡി ഉണ്ടാവും. നമ്മൾ ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് കൊടുക്കുക, ഈഫ് കൊടുക്കുക. എന്താണ് നമ്മൾ ചെയ്യുന്ന കണ്ടീഷൻ? ബോയ്സ് ആണ്. അപ്പൊ സെക്സ് കാറ്റഗറിയെ എടുത്ത് സെക്സ് കാറ്റഗറി ഈസ് ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? അതിന്റെ 1 നമുക്ക് അറിയുന്ന നമ്മൾ കൊടുത്തത്. കണ്ടിന്യൂ, ഓക്കെ. അപ്പൊ നമ്മൾ ഡാറ്റയിൽ പോയി നോക്കിയാൽ കണ്ടോ, 2 എല്ലാം കളഞ്ഞിരിക്കുന്നു, 1 മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അനലൈസിൽ പോയി കോറിലേഷൻ ചെയ്താൽ കിട്ടുന്ന ഡാറ്റ ബോയ്സിന്റെ ഡാറ്റ ആയിരിക്കും. 14 പേരുടെ കോറിലേഷൻ കണ്ടോ? ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഡാറ്റയിൽ പോയി
സെലക്ട് കേസ് വോയിസ് ഓൾ കേസസ് ആക്കണം, പിന്നീട് ഒരു പ്രശ്നം വരാതിരിക്കാൻ. ഇപ്പൊ വീണ്ടും പഴയ പോലെ ആയി, എല്ലാം സെലക്റ്റഡ് ആയി. കണ്ടോ? ഇത് ഒരു കാറ്റഗറിയുടെ മാത്രം അനാലിസിസ് വേണമെങ്കിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ചില ആളുകൾ എന്ത് ചെയ്ത് അറിയാതെ എന്ത് ചെയ്തും ഓരോ ഗ്രൂപ്പിനും ഓരോ ഫയൽ ഉണ്ടാക്കി എടുത്ത് ചെയ്യും. ഇത്രയാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാനിപ്പം ചെയ്തിരിക്കുന്ന ഈ ഫയല് ഞാൻ ഇന്ന് അയച്ചു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. തേർഡ് ഡേയുടെ ഇത് ഞാൻ സേവ് ചെയ്ത് ഞാൻ അയക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി വീണ്ടും ചെയ്യേണ്ടതുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇന്നത്തെ ഡാറ്റയും അതുപോലെ തന്നെ ഈ കോറിലേഷനും റിഗ്രഷനും ചെയ്യേണ്ട ഒരു ഫയലും ഒരു ലിങ്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓർഗനൈസേഴ്സിന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു. എല്ലാവരും ചെയ്ത് പഠിക്കുക. ഈ നോട്ട് ഒന്ന് ഓടിച്ചു നോക്കുക. ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, വേറൊന്നും ഇല്ലല്ലോ അല്ലേ? ആർക്കും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, അപ്പം ശരി, താങ്ക് യു.